ആരോഗ്യമുണ്ടാകാൻ സഹായിക്കുന്ന ഒരു ഔഷധമാണ് അമുക്കൂരം. അമുക്കൂരത്തിൻ്റെ കിഴങ്ങാണ് നമ്മൾ ഔഷധമായി ഉപയോഗിക്കുന്നത്. ഇത് ഒരു വാജീകരണ രസായന ഔഷധം കൂടിയാണ്. ഇത് കഫത്തെയും വാതത്തെയും ശമിപ്പിക്കുന്നു. കൂടാതെ ശരീരക്ഷീണത്തിന് ഇത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ടോണിക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. മസിൽ വീക്ക്നെസ്സിന് ഇത് വളരെ നല്ലതായതുകൊണ്ട് തന്നെ നമുക്കിത് മസ്കുലാർ ഡിസ്ട്രോഫിയിലും യൂസ് ചെയ്യാവുന്നതാണ്. പാർക്കിൻസൺ ഡിസീസിനും ഇത് വളരെ നല്ലതാണ്. ഷുഗർ കൂടി ഡയബറ്റിക് ന്യൂറോപ്പതി ആയവർക്കും അമുക്കൂരം വളരെ നല്ലതാണ്. അതുമാത്രമല്ല ആൻസൈറ്റി, ഡിപ്രഷൻ, ഉറക്കമില്ലായ്മ തുടങ്ങിയവയ്ക്കും ഇത് വളരെ നല്ലതാണ്. ബീജത്തിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കൂട്ടാനും വന്ധ്യതയ്ക്കും ഇത് വളരെ നല്ലതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നത് പറഞ്ഞു തരാം. ഇതിൻ്റെ ചൂർണം, അരിഷ്ടം, ലേഹ്യം തുടങ്ങിയവ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ചൂർണമാണ് അബ്സോർപ്ഷന് ഏറ്റവും നല്ലത്. 1 സ്പൂൺ പൊടി 1 ഗ്ലാസ് പാലിൽ ചേർത്ത് രാത്രി ആഹാരത്തിന് ശേഷം കഴിച്ചിട്ട് കിടക്കുക. ഇനി ശരീരത്തിൽ പിത്തദോഷം കൂടിയവരാണ്, ബേണിംഗ് സെൻസേഷൻ, മൗത്ത് അൾസർ എന്നിവ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കൂടെ 1/2 സ്പൂൺ നെല്ലിക്കപ്പൊടി അല്ലെങ്കിൽ 1/2 സ്പൂൺ ശതാവരി പൊടി ചേർത്ത് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കഴിക്കുന്നത് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നല്ലതാണ്. അതുമാത്രമല്ല സന്ധിവാതത്തിനും ഉപയോഗിക്കാറുണ്ട്. ഇത് എത്ര നാൾ ഉപയോഗിക്കണമെന്നത് ഒരാളുടെ പ്രകൃതിയും അസുഖവും കണക്കാക്കിയാണ്. കാരണം ഇത് ഒരുപാട് നാൾ കഴിക്കുകയാണെങ്കിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഔഷധം കൂടിയാണ് അമുക്കൂരം.